18-ാം നൂറ്റാണ്ടിൽ അയർലൻഡിൽ ജോസഫ് എം സ്ക്രേവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 1855 തൻ്റെ മാതാവിനൊരു പദ്യം എഴുതി അയക്കുകയുണ്ടായി. അതിൻ്റെ കാരണം തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടി വിവാഹത്തിന് തൊട്ടു മുൻപ് ഒരു ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. പിന്നീട് തനിക്കൊരു വിവാഹം നിശ്ചയിച്ചു. ആ പെൺകുട്ടിയും ഒരു രോഗത്താൽ ബാധിതയായി മരിച്ചുപോയി. ഈ രണ്ട് സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ ഭാരപ്പെടുന്ന അമ്മയ്ക്ക് താൻ എഴുതിയ പദ്യമാണ് പിന്നീട് നാം ഏറ്റുപാടിയ എന്ത് നല്ലോർ സഖി യേശു എന്ന കീർത്തനം. തൻ്റെ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുവാൻ ഇടയായി. മുമ്പോട്ടുള്ള ജീവിതത്തിൽ താൻ കാനഡയിൽ സാധാരണക്കാർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്ത് തൻ്റെ മുമ്പോട്ടുള്ള സമയം ചിലവഴിച്ചുവെന്ന ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. നമ്മളുടെ ജീവിതത്തിലും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ സാഹചര്യങ്ങളും ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ്, ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നോക്കുമ്പോൾ, യേശുവും ശിഷ്യന്മാരും കടന്നു പോകുമ്പോൾ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. ആ വചനം നമ്മളെയും ധൈര്യപ്പെടുത്തുന്നത് നമ്മൾക്കുണ്ടാകുന്ന സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനാണ്. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെക്കുറിച്ച് മറ്റു വിധത്തിൽ പറഞ്ഞാൽ, നമ്മളുടെ പാപമോ മാതാപിതാക്കളുടെ പാപമോ എന്നൊക്കെ പറഞ്ഞാൽ നാം ധൈര്യപ്പെട്ടു പോകരുത്. അതിലൂടെ ദൈവപ്രവൃത്തി വെളിവാകുവാനിടയാകും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് അവനിൽ ആശ്രയിക്കാം, അവനിൽ ധൈര്യപ്പെടാം. ദൈവം നമ്മെ അതിനായി സഹായിക്കും. എല്ലാം യേശുവോടു ചെന്ന്